എറണാകുളം രൂപതയെ സീറോ മലബാർ സഭയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര രൂപത സീറോ മലബാർ സഭയിൽ അനുവദിക്കുവാൻ വത്തിക്കാൻ തയ്യാറെടുക്കുന്നു. ഡൽഹിയിലെ സീറോ മലബാർ ഫരീദാബാദ് രൂപതയിലെ ചില പ്രശ്നങ്ങൾ വിശ്വാസികളും രൂപതാ മെത്രാനും തമ്മിലുള്ള ചില ചോദ്യസ്ഥലങ്ങളും 500-ൽ പരം വൈദികരെ ഒരുമിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വളരെയധികം ആളുകളെ മഹറോൻ ചൊല്ലിയിട്ടുണ്ട്. സ്വന്തം മാതൃസഭയിൽ അടിയുണ്ടാക്കി മാതൃസഭയെ ചീത്ത വിളിച്ച് സമരം ചെയ്ത് നേടിയതല്ല ആംബ്രോസ്യൻ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എറണാകുളത്തെ വിമതർ ശീഷ്മയിൽപ്പെട്ടോ? എറണാകുളത്തെ വിമതർക്ക് വേണ്ടി വത്തിക്കാൻ സ്വതന്ത്ര രൂപത അനുവദിച്ചോ? ഇറ്റലിയിലെ മിലാൻ രൂപതയിലുള്ള ആംബ്രോസ്യൻ റീത്ത് രീതിയിൽ എറണാകുളം രൂപതയെ സീറോ മലബാർ സഭയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര രൂപത, മിലാൻ രൂപത പോലൊരു രൂപത സീറോ മലബാർ സഭയിൽ അനുവദിക്കുവാൻ വത്തിക്കാൻ തയ്യാറെടുക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ഇത്രയും കാലം എറണാകുളത്തെ വിമതരായിരുന്നു വീഡിയോ ഇറക്കി കളിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേക വിമത നേതാക്കന്മാർ ഇതിനു വേണ്ടി തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും സഭയെ നശിപ്പിക്കുവാനും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുവാനും അവർ തയ്യാറാകുന്നതോടൊപ്പം തന്നെ എറണാകുളം രൂപതയിൽ തന്നെയുള്ള ചില മാധ്യമങ്ങളും ഇതിന് കുടപിടിക്കുകയും ചെയ്തതിന് പുറമെ ഇപ്പോൾ ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാകാം മറ്റൊരു യൂട്യൂബറെ വിലക്ക് വാങ്ങിയതാണോ, വാടകയ്ക്കെടുത്തതാണോ, അതോ ആ യൂട്യൂബർക്ക് മറ്റെന്തെങ്കിലും വാഗ്ദാനം ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അത്തരമൊരു യൂട്യൂബിൽ വന്ന വാർത്തയാണ് വത്തിക്കാൻ എറണാകുളം രൂപതയെ സ്വതന്ത്ര രൂപതയാക്കുന്നു, അവർക്ക് പ്രത്യേക ആരാധനാ രീതി അനുവദിച്ചു കൊടുക്കുന്നു എന്നൊക്കെ തരത്തിൽ. ഇത് കേട്ട വളരെയധികം വിശ്വാസികൾ പോട്ടെ, വൈദികർ പോലും ഒരു നിമിഷത്തേക്ക് ആ വീഡിയോയിൽ പറഞ്ഞ് സത്യമാണോ എന്ന് ചിന്തിക്കുന്ന രീതി വരെ വന്നു. കാരണം വോയിസ് ഓഫ് ട്രൂത്തിന്റെ പക്കൽ പോലും പല വൈദികരുടെയും കോളുകൾ വന്നു. അവർ ചോദിക്കുന്നത് ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കാരണം ഈ പ്രത്യേക യൂട്യൂബുകാരൻ സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് യൂട്യൂബ് ഇറക്കുന്ന ഒരു വിദ്വാനാണ്. അപ്പോൾ ന്യായമായിട്ടും ചിലരെങ്കിലും സംശയിച്ചുവെങ്കിൽ അതിന് അവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. എന്നാൽ പൂർണ്ണമായിട്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു, അത്തരമൊരു തീരുമാനം വത്തിക്കാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി മുൻപോട്ട് ഒരു കാരണവശാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് വത്തിക്കാനോ മാർപ്പാപ്പയോ പോകുകയുമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുവാൻ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ വോയിസ് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് യാതൊരു രീതിയിലുള്ള സംശയവും ഉണ്ടാകണ്ട. എറണാകുളം രൂപതയെ സ്വതന്ത്ര രൂപതയാക്കുകയോ അവർക്ക് പ്രത്യേകം ആരാധനക്രമം അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല വത്തിക്കാൻ. കാരണം വത്തിക്കാൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സീറോ മലബാർ സഭയുടെ ആരാധനക്രമം എന്താണോ, പൗരസ്ത്യ സഭയുടെ ആരാധനക്രമം എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സഭയുടെ സിനഡ് പറയുന്നത് അനുസരിക്കുവിനെന്നാണ് എറണാകുളം വിമതരോടും വൈദിക തൊഴിലാളികളോടും മാർപ്പാപ്പയും വത്തിക്കാനും ആവശ്യപ്പെട്ടത്. ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് നാളെ പറയാതെ പറഞ്ഞ വാക്കിന് വിലയില്ലാതെ നടക്കുകയാണെങ്കിൽ വത്തിക്കാൻ അങ്ങനല്ല. വത്തിക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും വത്തിക്കാൻ ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക തിരുസഭയിൽ നിന്ന് കർദിനാളന്മാരെ പോലും സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. 500-ൽ പരം വൈദികരെ ഒരുമിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വളരെയധികം ആളുകളെ മഹറോൻ ചൊല്ലിയിട്ടുണ്ട്. കത്തോലിക്ക തിരുസഭയുടെ ഒരു മാർപ്പാപ്പയെ പോലും മരണത്തിന് ശേഷം മഹറോൻ ചൊല്ലിയ പാരമ്പര്യമുള്ള സഭയാണ് കത്തോലിക്ക സഭ. അത്തരമൊരു സഭ എറണാകുളത്തെ 200-300 വൈദിക വേഷ തൊഴിലാളികളും 10,000-5,000 വരുന്ന വിമത കൂട്ടരും കൂടിച്ചേർന്ന് കത്തോലിക്ക സഭയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിൽ വീഴുന്നതല്ല കത്തോലിക്ക സഭ. അതുകൊണ്ട് തന്നെ
സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ നിലനിൽക്കാമെന്നുറപ്പുള്ളവർ മാത്രം ഈ സഭയിൽ നിന്നാൽ മതി. അല്ലാത്തവർക്ക് സഭയുടെ പുറത്തേക്ക് പോകാം. അല്ലാത്തവർ ശീഷ്മയിൽപ്പെട്ടതാണ്, അല്ലാത്തവർ പാഷാണ്ഡതയിൽപ്പെട്ടതാണ്. അവർക്ക് സ്വതന്ത്ര സഭയോ അല്ലെങ്കിൽ മറ്റൊരു ആരാധനക്രമമോ അനുവദിച്ചു കിട്ടത്തില്ല. ഈ പറയുന്ന യൂട്യൂബുകാരൻ ഉദാഹരിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ മിലാൻ രൂപതയിൽ ആംബ്രോസ്യൻ റീത്തിനെ പറ്റിയാണ്. അതൊരു റീത്ത് എന്ന പേര് മാത്രമേ ഉള്ളൂ. അതൊരു ആരാധനക്രമമാണ്. പൂർണ്ണമായും പൗരസ്ത്യ ആരാധനക്രമം പോലെ, പൂർണ്ണമായും കൽദായ ആരാധനക്രമം പോലെ ലത്തീൻ സഭയിൽ തന്നെ നിലനിന്നുകൊണ്ട് ലത്തീൻ സഭയുടെ അത്രയും തന്നെ പാരമ്പര്യം പേറുന്ന ഒരു ആരാധനക്രമമാണ് ആംബ്രോസ്യൻ റീത്ത്. നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എറണാകുളം രൂപതയിലെ 200-300 ലോഹത്തൊഴിലാളികളും 10,000-5,000 വിശ്വാസികൾക്കും വേണ്ടി മാർപ്പാപ്പ അല്ലെങ്കിൽ വത്തിക്കാൻ പ്രത്യേക സ്വതന്ത്ര രൂപത അനുവദിക്കുന്നു. അതും മിലാൻ രൂപതയെ പോലെ എന്ന് പറയുമ്പോൾ മിലാൻ രൂപത എന്താണെന്നും ആംബ്രോസ്യൻ റീത്ത് എന്താണെന്നും പഠിക്കണം വിമതരെ. എന്നിട്ട് വേണം ചില യൂട്യൂബുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ യുദ്ധപ്പുറപ്പാടിന് പുറപ്പെടുവാനും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാനും. മിലാൻ രൂപതയിൽ 2000-ൽ പരം വൈദികരും ഒരു മെത്രാപ്പോലിത്തയും 40 ലക്ഷത്തിൽ പരം വിശ്വാസികളുമുണ്ട്. അവർക്ക് ഒരേ ഒരു രൂപതയുള്ളൂ. അവരുടെ ആരാധനക്രമവും ആ ഒന്ന് മാത്രമാണ്. അത് ലത്തീൻ സഭയുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യമാണ്. അത് 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നിലവിലുള്ളതാ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്വന്തം മാതൃസഭയിൽ അടിയുണ്ടാക്കി മാതൃസഭയെ ചീത്ത വിളിച്ച് മാതൃസഭയുടെ ആരാധനക്രമത്തെ ചവിട്ടിത്താഴ്ത്തി ഇകഴ്ത്തിക്കെട്ടി അതിനെ താറടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ആരാധനക്രമം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് നേടിയതല്ല ആംബ്രോസ്യൻ റീത്തിൽ മിലാൻ രൂപത നേടിയെടുത്തത്. അവർ ലത്തീൻ സഭയിൽ തന്നെ ആയിരുന്നു അന്നും ഇന്നും. എന്നാൽ അവരുടെ ആരാധനക്രമം 4-ാം നൂറ്റാണ്ട് മുതൽ, നമ്മൾ ഓർക്കണം, 4-ാം നൂറ്റാണ്ടിലാണ് ഈ പറയുന്ന ആരാധനാക്രമങ്ങളിൽ പലതും നിലവിൽ വന്നത്. അന്നൊക്കെ ഓരോ രൂപതകളിലും ഓരോ രീതിയിലുള്ള ആരാധനക്രമമായിരുന്നു. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വ്യത്യസ്തമല്ല എങ്കിൽ പോലും ചില വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള രീതിയായിരുന്നു വിശുദ്ധ ആംബ്രോസിന്റെ കീഴിലുള്ള മിലാൻ രൂപത. അവിടെ കൂടുതൽ ഗാനങ്ങളോടും കൂടുതൽ ഭക്തിനിർഭരമായ രീതികളോടും കൂടിയുള്ള ഈ പരിശുദ്ധ ബലിയർപ്പണം നിങ്ങൾക്ക് സ്ക്രീനിലും കാണാം. വളരെ ഭക്തിനിർഭരമായ ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയ ബലിയർപ്പണമാണ് ആംബ്രോസ്യൻ രീതിയിലുള്ള ആംബ്രോസ്യൻ റീത്തിലുള്ള ബലിയർപ്പണം. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് പൂർണ്ണമായും പൗരസ്ത്യ ആരാധനക്രമത്തോട് കൽദായ ആരാധനക്രമത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന കാഴ്ചയാണ്. എന്നിട്ടും ലത്തീൻ സഭയിൽ 4-ാം നൂറ്റാണ്ട് മുതൽ നിലനിന്നിരുന്ന ആ ഒരു രീതിയെ, ആ ഒരു റീത്തിനെ ഇപ്പോഴും താരോലിച്ചുകൊണ്ട് ഇപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് മാർപ്പാപ്പയും ലത്തീൻ സഭയും മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരാണികതയെ കത്തോലിക്ക സഭ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു, എത്ര കണ്ട് ബഹുമാനിക്കുന്നു എന്നെങ്കിലും എറണാകുളത്തെ വിമത തൊഴിലാളികൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മൾക്കൊക്കെ അറിവുള്ളതുപോലെ കത്തോലിക്ക സഭയിൽ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ബലിയർപ്പണങ്ങളും എല്ലാ പരിശുദ്ധ ബലിയർപ്പണങ്ങളും പൂർണ്ണമായും അൾത്താരാഭിമുഖമായിരുന്നു. ലത്തീൻ സഭയിൽ 2-ാം വത്തിക്കാൻ സൂനകദോസിന് ശേഷമുണ്ടായ ചില ആശയങ്ങളോടനുബന്ധിച്ച് ലത്തീൻ സഭയിൽ ഉടലെടുത്തതാണ് ജനാഭിമുഖ ബലിയർപ്പണം. എന്നിട്ടും ലത്തീൻ സഭയിൽ ഇപ്പോഴും പൂർണ്ണ അൾത്താരാഭിമുഖ ബലിയർപ്പണങ്ങളും നടക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ആംബ്രോസ്യൻ റീത്തിലുള്ള മിലാൻ രൂപതയിലെ ബലിയർപ്പണം പൂർണ്ണമായിട്ടും അൾത്താരാഭിമുഖ ബലിയർപ്പണമാണ്. ഇവിടെ ധൂപാർച്ചനകളും പരിശുദ്ധ സുവിശേഷം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന രീതിയും മറ്റുള്ള പ്രാർത്ഥനകളും അൾത്താരെ നോക്കിയുള്ള കുമ്പിടിയിലുകളും ഒക്കെ പൗരസ്ത്യ രീതികളെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. അതിലുപരി നിങ്ങൾ അൾത്താരയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിനു മുമ്പ് പ്രദക്ഷിണമായി വന്നപ്പോൾ ശുശ്രൂഷകർ ഏന്തിയിരുന്ന കുരിശ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അൾത്താരയിലുള്ള കുരിശ് കാണാം. അതൊക്കെ ക്രൂശിത രൂപമല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രതീകമായ സ്ലീവയാണ് എന്നുള്ള നഗ്നസത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മർത്തോമ സ്ലീവായെ അപമാനിക്കുമ്പോൾ, അതിനെ ചീത്ത വിളിക്കുമ്പോൾ ലത്തീൻ സഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ലത്തീൻ സഭയുടെ അവിഭാജ്യ ഘടകമായ
ആംബ്രോസ്യൻ രീതിയിൽ ഉപയോഗിക്കുന്ന കുരിശുകൾ ഏതാണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപഠിക്കുക. നിങ്ങളുടെ മുൻപിലുണ്ടത്. അപ്പോൾ എറണാകുളത്ത് അനുവദിക്കുന്ന സ്വതന്ത്ര രൂപതയെന്ന് ഇവർ പടച്ചുവിട്ട നുണകളിൽ ആംബ്രോസ്യൻ റീത്തിനെ പറ്റി എടുത്തു പറയുമ്പോൾ ആംബ്രോസ്യൻ റീത്തിൽ ഉപയോഗിക്കുന്ന ആരാധനാക്രമം എന്താണെന്നെങ്കിലും അറിഞ്ഞു വെച്ചിട്ട് വേണമായിരുന്നു ഇത്തരം വാചകം കത്തീരുകൾ. കാരണം ആംബ്രോസ്യൻ റീത്തിൽ എന്ന് വെച്ചാൽ ലത്തീൻ സഭയുടെ അഭിവാജ്യ ഘടകമായ മിലാൻ രൂപതയിൽ ഇപ്പോഴും അർപ്പിക്കുന്നത് ആദോറിയന്റമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അൾത്താരാഭിമുഖ ബലിയർപ്പണമാണ് മിലാൻ രൂപതയിലേത്. അത് ലത്തീൻ സഭയുടെ തന്നെയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അവിടം സന്ദർശിക്കുമ്പോൾ മാർപ്പാപ്പ പോലും അതേ ബലിയർപ്പണമാണ് അർപ്പിക്കുന്നത് എന്നുള്ള സത്യം സീറോ മലബാർ വിശ്വാസികൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലുള്ളവർ മനസ്സിലാക്കണം. അപ്പോൾ മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന ഞങ്ങൾക്ക് മതിയെന്ന് എറണാകുളത്തെ വിമതര് പറയുമ്പോൾ അവരുടെ പോഷ്കത്തരം, അവരുടെ വിട്ടിത്തരം, അവരുടെ ഗൂഢാലോചനയാണ് അവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് എന്ന് സാധാരണ വിശ്വാസികൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ ഇവർ ചതിക്കുകയായിരുന്നു. സാധാരണ വിശ്വാസികളെ ചതിക്കുകയാണ് ഈ എറണാകുളം വിമതർ. അത് ലോക തൊഴിലാളികളാണെങ്കിലും ലോക ഇടാത്ത തൊഴിലാളികളാണെങ്കിലും ഇവരൊക്കെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എറണാകുളത്തെ വിശ്വാസികളെ ചതിക്കുകയായിരുന്നു എന്നുള്ളതിന് ഇതിൽ പരം ഒരു തെളിവിന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ സ്വതന്ത്ര രൂപത എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പമ്പര വിഡ്ഢിത്തമാണ്. അത് വീണ്ടും ഒരു കൊലച്ചതിയാണെന്ന് എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം. കാരണം ഈ പറയുന്നവരൊക്കെ പാഷാണ്ഡതയിൽപ്പെട്ടവരാണ്, ശീസ്മയിൽപ്പെട്ടവരാണ് എന്ന് വത്തിക്കാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് സത്യമെങ്കിൽ എറണാകുളത്തെ വിമതർ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ പരിശുദ്ധ ബലിയർപ്പണത്തിന് വേണ്ടി ആയിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇവരുടെ ഗൂഢാലോചനയുടെ ഉദ്ദേശം എന്തായിരുന്നു? സ്വന്തം പോക്കറ്റുകൾ വീർപ്പിക്കുക, സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുക, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ബലിയർപ്പണത്തെ വ്യഭിചരിക്കുക. ഇതായിരുന്നു എറണാകുളം വിമതരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഈ യൂട്യൂബ് ചാനലുകാരൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെയാണ് ശരിയെങ്കിൽ അവിടെയും മറ്റൊരു പ്രശ്നം വരും. യൂട്യൂബുകാരൻ പറയുന്നത് ഇവർക്ക് കിട്ടുന്ന സ്വതന്ത്ര രൂപതയിൽ അവരുടെ തന്നെ മെത്രാന്മാർ എന്ന് പറഞ്ഞാൽ ആ രൂപതയിൽ നിന്നുള്ള മെത്രാന്മാർ മാത്രമായിരിക്കും. ഈ മെത്രാന്മാർക്കോ വൈദികർക്കോ മറ്റുള്ള രൂപതകളിലേക്ക് സ്ഥലം മാറ്റങ്ങൾ കിട്ടുകയില്ല. പുറത്തുനിന്നുള്ളവർക്ക് ഇങ്ങോട്ടും ഉണ്ടാകുകയില്ല. ഇവരുടെ മുകളിൽ സീറോ മലബാർ സഭയ്ക്കോ സിനഡിനോ യാതൊരുവിധ അധികാരാവകാശങ്ങളും ഉണ്ടാവുകയില്ല. ഇവര് സ്വതന്ത്രരായിരിക്കും. വത്തിക്കാനായിരിക്കും ഇവരെ നേരിട്ട് ഭരിക്കുന്നത് എന്നൊക്കെ ശുദ്ധ അസംബന്ധം പറയുമ്പോൾ എന്താണ് പറഞ്ഞത് എന്നുകൂടി ചിന്തിച്ചിട്ട് വേണ്ടേ യൂട്യൂബുകാരാ ഈ വിമതന്മാരുടെ വലയിൽ ചെന്ന് വീഴുവാൻ? അതോ അതിനു മാത്രം എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ ഇത്ര ശുദ്ധ അസംബന്ധം പറയുവാൻ? കാരണം എന്താണെന്നോ, സീറോ മലബാർ സഭയിൽ നമ്മൾക്കറിയാം എറണാകുളം രൂപതയിൽ നിന്ന് തന്നെയുള്ള 8 or 9 മെത്രാന്മാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സ്വതന്ത്ര രൂപത അനുവദിച്ചു കഴിഞ്ഞ എറണാകുളം രൂപതാംഗങ്ങളായിട്ടുള്ള എല്ലാ വൈദികരും എല്ലാ മെത്രാന്മാരും തിരിച്ച് ഈ പറയുന്ന സ്വതന്ത്ര രൂപതയിലേക്ക് വരേണ്ടി വരും. ഈ പറയുന്ന വൈദികരൊക്കെ അതിന് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാരണം ആത്മാർത്ഥതയുള്ള ചൈതന്യമുള്ള വൈദികരും എറണാകുളം രൂപതാംഗങ്ങളായിട്ടുള്ളവർ മറ്റുള്ള രൂപതകളിലും സന്യസ്ത ഭവനങ്ങളിലുമുണ്ട്. അവരൊരു കാരണവശാലും ഇവരുടെ ഈ സ്വതന്ത്ര തട്ടിക്കൂട്ട് രൂപതയിലേക്ക് വരികയില്ല. മെത്രാന്മാർ വരുമോ? അത് ഒട്ടുമേ വരത്തില്ല. കാരണം ഈ 8-9 മെത്രാന്മാർ ഒരുമിച്ച് എറണാകുളം രൂപതയിലേക്ക് വന്നാൽ ആർക്ക് എന്ത് സ്ഥാനങ്ങളൊക്കെ കിട്ടും? ആരായിരിക്കും ആർച്ച് ബിഷപ്പ്? ആരായിരിക്കും മെത്രാൻ? ആർക്കൊക്കെ എന്തൊക്കെ ചുമതലയുണ്ടാകും? ഒരു ജഗപുകയായിരിക്കും. ഒരടിയിൽ മാത്രമേ ഇത് കലാശിക്കത്തുള്ളൂ. കാര്യം എല്ലാ മെത്രാന്മാർക്കും സ്ഥാനം വേണമല്ലോ. സ്ഥാനമോഹിയല്ലാത്ത മെത്രാന്മാർ വളരെ ചുരുക്കം, വിരളമാണ്. അതുകൊണ്ട് ഈ പറയുന്ന മെത്രാന്മാരൊന്നും സ്വതന്ത്ര രൂപതയിലേക്ക് വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെ സ്വതന്ത്ര രൂപതയാകും? അപ്പോൾ അവിടെ തന്നെ ഇവരുടെ നുണയുടെ ഭണ്ഡാരക്കെട്ട് പൊട്ടി പാളീഷായിരിക്കുക. അതിലുപരി മുൻപോട്ട് പോകുമ്പോൾ
ഒരു രൂപതയിൽ ഒരു മെത്രാനേ ഉണ്ടാകത്തുള്ളൂ. വേറൊരു മെത്രാൻ എറണാകുളം രൂപതയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയെ തീർന്നു. വൈദികരുടെ കാര്യവും ജഗപുക, കട്ടപ്പുക എന്ന് പറഞ്ഞാൽ മതി. കാര്യം ഏതെങ്കിലും ഒരാൾക്ക് മാത്രം നറക്ക് വീഴത്തുള്ളൂ. ആ ആള് മരിച്ചാലേ അടുത്തയാൾക്ക് നറക്ക് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ 75 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇത് രണ്ടും കൂടെ നടക്കാതെ ഇവര് എങ്ങനെ അടുത്ത മെത്രാനെ തിരഞ്ഞെടുക്കും? അങ്ങനെ ഒരു കൂട്ടം ചോദ്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരോ പറഞ്ഞു കൊടുത്ത, ആരോ എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് വായിച്ച് തീർക്കുകയാണ് ഈ യൂട്യൂബുകാരൻ ചെയ്തത്. കുറച്ച് ആളുകളൊക്കെ അത് കണ്ടു, കുറച്ച് വ്യൂവേഴ്സ് കിട്ടിക്കാണും, കുറച്ച് സബ്സ്ക്രൈബർ കിട്ടിക്കാണും. എന്നാൽ സഭയെ ചതിക്കുവാൻ കൂട്ടുനിന്ന യൂട്യൂബുകാരാ, അല്പമെങ്കിലും നാണിക്കൂ എന്ന് മാത്രമേ ഈ യൂട്യൂബുകാരനോട് നമ്മൾക്ക് പറയുവാനുള്ളൂ, വിശ്വാസികൾക്ക് പറയുവാനുള്ളൂ. സത്യസന്ധമായി റിപ്പോർട്ടിംഗ് ചെയ്യുക, അതാണ് ഒരു ചാനലിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, വോയിസ് ഓഫ് ട്രൂത്ത് ഒരിക്കലും വ്യൂസ് കൂട്ടാനോ സബ്സ്ക്രൈബർ കൂട്ടുവാനോ ഒരിക്കലും നുണകൾ പ്രചരിപ്പിക്കാറില്ല. ആയതിനാൽ തന്നെ കാഴ്ചക്കാർ അല്പം കുറഞ്ഞാൽ പോലും കാണുന്നവർ കൃത്യമായി വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാം കാണുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടിയാണ്. വിശ്വസിക്കാം, കള്ളത്തരം പറയത്തില്ല. അത്തരം ഒരു വിശ്വസനീയത വളർത്തിയെടുക്കുവാൻ വോയിസ് ഓഫ് ട്രൂത്തിന് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളെ പോലാകണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. എങ്കിലും കടിച്ചാൽ പൊട്ടാത്ത നുണകൾ പടച്ചു വിട്ടുകൊണ്ട് കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവികളായിട്ട് ചാനൽ പ്രവർത്തകർ മാറരുതേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അവരെ ഉപദേശിക്കുവാനുള്ളൂ. ഏതായാലും ഇത്തരം ഒരു സമീപനം വരുമെന്ന് സ്വപ്നം കാണുന്നവർക്കുള്ള ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ, സ്വപ്നത്തിലെങ്കിലും വന്നാൽ, എറണാകുളം രൂപതയിലെ വിമത ലോഹ തൊഴിലാളികളുടെ ചീട്ടുകീറി അവരുടെ കട്ടയും പടവും മടങ്ങി. ഇതിനൊക്കെ പുറകിൽ കളിച്ച ഒരു പ്രത്യേക വിദ്വാനുണ്ട്, എറണാകുളം വിമത നേതാവുണ്ട്. ആ വിദ്വാൻ അടുത്ത നടപടിയുമായിട്ട് മുന്നോട്ട് വന്നു. ഈ ഒരു വീഡിയോ യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ, കാര്യം ഇതിനെപ്പറ്റി വോയിസ് ഓഫ് ട്രൂത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് തെറ്റാണ്, ഇതിൽ പറയുന്നതിൽ സത്യമില്ല എന്നൊക്കെ എഴുതി ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങിയപ്പോൾ ഈ അമിട്ടും പൊട്ടത്തില്ല എന്ന് കണ്ട് ഈ വിമതൻ അടുത്ത കളി കൊണ്ടിറങ്ങിയിട്ടുണ്ട്. കാരണം ഈ വിമതനെ പറ്റി പറയുന്ന ഇദ്ദേഹത്തിന്റെ വലിയ കടങ്ങളൊക്കെ ഈ പരിശുദ്ധ കുർബാനയുടെ പേരിൽ വീട്ടപ്പെട്ടു എന്നാണ്. പരിശുദ്ധ കുർബാന അങ്ങനെ ഈ വിമതൻ ഒരു അത്ഭുതമായി മാറിയെന്നോ, ജീവിതത്തിൽ തീർക്കാൻ പറ്റാത്ത കടങ്ങളൊക്കെ വീട്ടുവാൻ ഈ കുർബാന പ്രശ്നം കാരണമായി എന്നൊക്കെ എറണാകുളത്ത് ഒരു ജനസംസാരമുണ്ട്. ഏതായാലും ഈ വിദ്വാൻ ഇപ്പോൾ അടുത്ത പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പോസ്റ്റ് കാണുവാനിടയായി. അതിൽ പറയുന്നത്, എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പ്രകമ്പന സൃഷ്ടിക്കും, ബോംബ് സ്ഫോടനം പോലെ ആയിരിക്കും, എല്ലാം തകർത്തെറിയും, സഭ നാമാവിശേഷമാകും, വിമതർ ജയിക്കുമെന്നൊക്കെയാ ഈ വിമതൻ തട്ടിമൂളിയിരിക്കുന്നത്, എഴുതി തള്ളുകയാ ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. അതിൽ വന്നോ ഇല്ലയോ എന്നറിയില്ല. നമ്മൾ സാധാരണ കാണുന്ന ഒരു ചാനലല്ല. കാരണം നുണകൾ മാത്രമേ ഉള്ളതുകൊണ്ട് അത് കണ്ട് സമയം കളയണ്ടല്ലോ എന്ന് കരുതിയാണ് അതിലും വന്നിരിക്കാം. ഏതായാലും ഇദ്ദേഹത്തിന്റെ വാട്സപ്പ് മെസ്സേജുകളിൽ പറയുന്നത്, തക്സയിലെ ജനറൽ ഇൻസ്ട്രക്ഷൻ നമ്പർ 7 ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. ഇനി കോടതികൾ തീരുമാനിക്കും ഏതു തരം കുർബാനയാണ് ചെല്ലേണ്ടത്. മാർപ്പാപ്പയും വത്തിക്കാനും പ്രതിക്കൂട്ടിൽ ഇവരൊക്കെ കോടതിയിൽ ഹാജരാകണം. സിനഡിന് വിലയില്ല, സിനഡ് പറഞ്ഞത് മുഴുവൻ കള്ളം, സിനഡിനെ പ്രോസിക്യൂട്ട് വരെ ചെയ്തേക്കാം എന്നൊക്കെ തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ വിമതന്റെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് വിശ്വാസികൾക്ക് ഇപ്പോൾ സംശയം. ഇതൊക്കെ പറയുന്നതിനൊടുവിലും ഈ വിദ്വാൻ പറയുന്നത്, ഈ കേസ് ഇവർ തോറ്റു കഴിഞ്ഞാൽ, ഇവരെന്ന് പറയുന്ന സഭ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര രൂപത അനുവദിച്ച് കിട്ടുമെന്നാ പറയുന്നത്. ഈ പറയുന്ന മാർപ്പാപ്പയെ കോടതി കയറ്റി, കോടതിയെ കൊണ്ട് മാർപ്പാപ്പയെ ശിക്ഷിപ്പിച്ച് സഭയെ നാണം കെടുത്തി, എല്ലാത്തിനും ശേഷം അതേ മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾക്ക് സ്വതന്ത്ര സഭ അനുവദിച്ചു തരുമെന്ന ഈ വിവരമില്ലാത്ത വിമതൻ പറയുന്നത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. കാരണം മാർപ്പാപ്പയെ തോൽപ്പിച്ചതിന് ശേഷം അതേ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭ, അതെന്തിനാണ് വിമത അങ്ങനെ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭ? നിങ്ങൾ സ്വന്തമായിട്ടൊരു സഭ എന്ന് തീരുമാനിച്ചാൽ പോരെ, കോടതികളെ കൊണ്ട് അതിനൊരു ഉത്തരവിറക്കിയാൽ പോരെ. നമ്മുടെയൊക്കെ സിവിൽ കോടതിക്ക് അതിന് അധികാരമൊക്കെ ഉണ്ടെങ്കിൽ സഭയുടെ കാര്യത്തിൽ ഇടപെട്ട് പുതിയൊരു സഭ തന്നെ ഉണ്ടാക്കി തരുവാൻ നിങ്ങൾ പറയൂ. ഏതായാലും നിങ്ങളെ പോലെ വിവരമില്ലാത്തവരല്ല
കോടതികളിലുള്ളത്, നമ്മുടെ ന്യായാസനത്തിലുള്ളത്. അവർ നിയമവും ന്യായവും നോക്കി അവരുടെ പരിധികളിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമേ അഭിപ്രായം പറയത്തുള്ളൂ. അത്ര ഉന്നതമായ സ്ഥാനമാണ് നമ്മുടെ നീതിപീഠത്തിനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ജനങ്ങളെ, അതും എറണാകുളത്തുള്ള കുറച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് മാത്രമേ ഇത്തരം വാട്സപ്പ് മെസ്സേജുകളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലുകൾ പടച്ചുവിടുന്ന ചാനൽ പ്രോഗ്രാമുകളെ കൊണ്ടും പ്രയോജനമുള്ളൂ എന്നുകൂടി നിങ്ങൾ ഓർക്കണം. ഇത്തരം അസംബന്ധങ്ങൾ പടച്ചുവിടുമ്പോൾ ഒരു കാര്യമെങ്കിലും ഈ വിഭജനം അല്ലെങ്കിൽ എറണാകുളത്തെ ലോക തൊഴിലാളികളും ഓർക്കണമായിരുന്നു. വത്തിക്കാന്റെ ഇന്ത്യൻ സ്ഥാനപതി അപ്പസ്തോലിക് നൂൻഷോ ഡോക്ടർ ജയോപോൾഡോ ജെറല്ലി കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ നൽകിയിരുന്നു. വത്തിക്കാന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായി അതിൽ എന്താണ് വത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും എന്താണ് വത്തിക്കാൻ ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ എന്താണ് വത്തിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിമത. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ നിങ്ങളൊക്കെ വായിച്ചതാണ്, നിങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് സീറോ മലബാർ സഭയ്ക്കെതിരായിട്ട്, സഭയുടെ ആരാധനക്രമത്തിനെതിരായിട്ട്, അതുവഴി ആഗോള കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും, അതിൽ മെത്രാന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെത്രാന്മാർ, വൈദികർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈദികർ, അൽമായർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽമായർ, അവരൊക്കെ ശീശ്മയിലാണെന്നാണ് ഈ കത്ത് വ്യക്തമാക്കുന്നത്. നിങ്ങൾ ശീശ്മയിലായിരിക്കുന്നു, നിങ്ങൾ പാഷാണ്ടികളായിരിക്കുന്നു, നിങ്ങൾ പാഷാണ്ഡത പഠിപ്പിക്കുന്നവരായിരിക്കുന്നു. ആയതിനാൽ തന്നെ നിങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ് എന്നാണ് അപ്പസ്തോലിക് നൂൻഷോ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ സർക്കുലറിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. സീറോ മലബാർ സഭയുടെ ആരാധനക്രമം, പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കാൻ വിമുഖത കാണിക്കുന്നവരും അതിനെതിരെ പടപ്പുറപ്പാട് നയിക്കുന്നവരും ഒക്കെയും സഭയ്ക്ക് പുറത്താണ്, ശീശ്മയിൽപ്പെട്ടവരാണ്, മഹറോൻ ശിക്ഷയ്ക്ക് അർഹരാണ്. നിങ്ങൾ സ്വമേധയാ മഹറോൻ ശിക്ഷയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി വത്തിക്കാന്റെ സർക്കുലറിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് 2024 ജൂൺ 9 പുറപ്പെടുവിച്ച സർക്കുലറിനെതിരായിട്ട് സീറോ മലബാർ സഭയിലെ, അതും എറണാകുളം അതിരൂപതയിലെ ലോക തൊഴിലാളികൾ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് വത്തിക്കാൻ മാർപ്പാപ്പയുടെയും വത്തിക്കാന്റെയും നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്തിന്റെ പകർപ്പാണ് അപ്പസ്തോലിക് നൂൻഷോ സീറോ മലബാർ സഭയുടെ തലവൻ എത്തിച്ചു കൊടുത്തത്. അതിൽ വ്യക്തമായി പറയുന്നു, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന, പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കാത്തവർ, സീറോ മലബാർ സഭയുടെ കൽപ്പനകൾ ലംഘിക്കുന്ന ഏവർക്കുമെതിരെ നടപടികൾ എടുക്കുവാൻ സീറോ മലബാർ സഭാ സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും പൂർണ്ണ അധികാരമുണ്ടെന്ന് ഈ കത്ത്, ഈ സർക്കുലർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ആദിവുണ്ട്, വ്യാധിവുണ്ട്, ഭ്രാന്ത് പിടിച്ച് എറണാകുളം വിമതർ ഇറക്കുന്ന ചില ലൊട്ടുലൊടുക്ക് വിദ്യകളാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന സ്വതന്ത്ര അതിരൂപതയും മറ്റുമെന്ന് വിശ്വാസികൾ അറിഞ്ഞിരിക്കണം. ഏകീകൃത ബലിയർപ്പണം ആരംഭിക്കാത്ത എല്ലാ സഭാ വൈദികരും സീറോ മലബാർ സഭയുടെ, അതുവഴി കത്തോലിക്ക സഭയുടെ പുറത്തേക്ക് പോകുമെന്ന് കൃത്യമായി ഈ സർക്കുലർ പറയുന്നു. അങ്ങനെയുള്ളവരെ കത്തോലിക്ക സഭ വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുമെന്നും ഈ സർക്കുലർ കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്. ആയതിനാൽ തന്നെ ഇതുവരെ സഭയെ അനുസരിക്കാത്ത, സീറോ മലബാർ സിനഡിനെ അനുസരിക്കാത്ത വിമത വൈദികർക്കുള്ള അന്തിമ ശാസനമായിട്ട് വേണം വത്തിക്കാന്റെ ഈ സർക്കുലറിനെ കാണേണ്ടത്. കൃത്യമായി സന്ദേശം നൽകി കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. ഒന്നെങ്കിൽ സഭയുടെ പുറത്തേക്ക്, അല്ലെങ്കിൽ പരിപൂർണമായിട്ടും സഭയെ അനുസരിച്ചുകൊണ്ട് എല്ലാ ആയുധങ്ങളും താഴെ വെച്ചുകൊണ്ട് പൂർണമായും സഭയ്ക്ക് കീഴ്പ്പെട്ട് തിരിച്ച് സഭയിലേക്ക് വരിക. അല്ലാത്തവർക്ക് പുറത്തു പോകാം. നിങ്ങൾ ശീശ്മയ്ക്ക് അടിമപ്പെട്ടവരാണ്, നിങ്ങൾ പാഷാണ്ടികളാണ്, നിങ്ങൾക്ക് കത്തോലിക്ക സഭയിൽ ഒരു സ്ഥാനവുമില്ല. അപ്പോൾ പിന്നെ സ്വതന്ത്ര രൂപത എന്നൊക്കെ സ്വപ്നം കാണുന്ന ആ സ്വപ്നക്കാഴ്ചയൊക്കെ ഇന്നുകൊണ്ട് നിർത്തിക്കോളുക വിമതരെ എന്നാണ് വത്തിക്കാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർ പിന്നെ എങ്ങനെ കോടതികളെ സമീപിക്കും? കാരണം ഇവർ കത്തോലിക്ക സഭയിലെ തന്നെ അംഗങ്ങളല്ല, ഇവർ സീറോ മലബാർ സഭയിലെ തന്നെ അംഗങ്ങളല്ല, സഭാംഗങ്ങളല്ലാത്തവർ കുർബാന പ്രശ്നം ഇങ്ങനെ വേണം, ഞങ്ങൾക്ക് രൂപത വേണം, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞ് കോടതികളെ എങ്ങനെ സമീപിക്കും? അതിനുള്ള അവകാശവും അധികാരവും ഇല്ലാത്ത നിങ്ങൾക്ക് കോടതി എന്ത് വിധി കൽപ്പിച്ച് നൽകുവാനാണ് എന്നാണ് ഈ വിമതരോട് ചോദിക്കുവാനുള്ളതും. ഇവരെ കേട്ട്
തെറ്റിദ്ധാരണയിൽ വീണുപോയ എറണാകുളത്തെ വിശ്വാസികളോട് പറയുവാനുള്ളതും, കാരണം സീറോ മലബാർ സഭയെ സംബന്ധിച്ച്, കത്തോലിക്ക സഭയെ സംബന്ധിച്ചുള്ള കേസുകൾ കേൾക്കുന്നത് കത്തോലിക്ക സഭാവിശ്വാസികളുടേതാണ്, അല്ലാതെ അകത്തോലിക്കരുടെയോ ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെയോ അല്ല. സഭ നിങ്ങളെ മഹറോൻ ചൊല്ലി പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കോടതി, നിങ്ങൾക്ക് എന്ത് സ്വതന്ത്ര രൂപത? ആയതിനാൽ തന്നെ ഇത്തരം തെറ്റിദ്ധാരണകൾ പറഞ്ഞു വരുത്തുന്ന എറണാകുളം വിമതരെ പൂർണ്ണമായും പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് എറണാകുളത്തുള്ള വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് സഭയോടൊപ്പം നിൽക്കുവാനും ചിന്തിക്കുവാനും സഭയുടെ മാർഗത്തിൽ ചരിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആവശ്യപ്രകാരം, പ്രത്യേകിച്ച് ഡൽഹിയിലെ സീറോ മലബാർ വിശ്വാസികളുടെ ആവശ്യപ്രകാരം, ഫരീദാബാദ് രൂപതയിലെ ചില പ്രശ്നങ്ങളുമായിട്ട് വിശ്വാസികളും രൂപതാ മെത്രാനും തമ്മിലുള്ള ചില ചോദ്യസ്വരങ്ങളും ചില സൗന്ദര്യപ്പണക്കങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ട് മറ്റൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.